ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ആലപ്പുഴ സ്പെഷ്യലായിട്ടുള്ള ഒരു പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കിലോ കടലപ്പരിപ്പാണ് കേട്ടോ. അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ കടലപ്പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറാണ് എടുക്കുന്നത്. ഈ പായസം തയ്യാറാക്കുന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. ഞാൻ ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് അവിടെയാണ്. ഉമ്മയുടെ 2ാമത്തെ ആണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള പായസമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഉലൂതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ അത് കടലപ്പരിപ്പിൽ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളിതൊന്ന് വേവിക്കാൻ ഒരു 3 വിസിൽ വരുന്നത് വേവിക്കണം. കടലപ്പരിപ്പ് കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. കടിക്കാൻ കിട്ടണം, ആ രീതിയിൽ വേണം. പിന്നെ നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഒന്ന് കിണ്ടിയെടുക്കണം. അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വലിയ തേങ്ങ എടുക്കുന്നുണ്ട്. ചെറിയ തേങ്ങയാണെങ്കിൽ 3 എടുക്കണം. വലിയ തേങ്ങ ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ കിണ്ടി എടുക്കുന്നത് പോലെ തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് പൊടി ഇതുപോലെ ഒന്ന് കിണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കുറച്ച് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, ഓയിൽ വേണമെങ്കിൽ ഓയിലും ചേർക്കാം കേട്ടോ. കിണ്ടി എടുത്ത മാവ് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ നീളത്തിലൊന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് കട്ടാക്കി എടുക്കണം കേട്ടോ. ഇത് ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ടാണ് കട്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്ന് നാത്തും വാങ്ങിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ 2 വലിയ തേങ്ങ എടുത്തത് ചെറുകിയത് നമ്മൾ പാലെടുക്കണം കേട്ടോ. 2ാം പാലും 1ാം പാലും എടുക്കണേ. അപ്പോൾ ഇത് എൻ്റെ നാത്തും വാങ്ങിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നീളത്തിലാക്കി വെച്ചതിനെ എന്താ പറയുക, ഇതുപോലെ ഇന്ന് ചരിച്ച് കട്ടാക്കി എടുക്കണം. ഒരുപാട് വണ്ണത്തിലും വലുപ്പത്തിലും വേണ്ട, ചെറുതായിട്ട് കട്ടാക്കി എടുത്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ആ നേന്ത്രപ്പഴം ഒരു പഴത്തിന് 4ആയിട്ട് കീറിയിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ടാക്കി എടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത് മധുരത്തിനായിട്ട്. ഞാൻ 3/4 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1/4 കിലോ കടലപ്പരിപ്പ്, 3/4 കിലോ ശർക്കര, 1 കിലോ നേന്ത്രപ്പഴം, 1 കപ്പ് അരിപ്പൊടി കിണ്ടി എടുത്തത് കേട്ടോ. ഇതാണ് അളവ്, ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ വീഡിയോ ആണ് ഇത്. പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് എടുക്കേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ടാണ് സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ശർക്കര ഉരുക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, അതൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ശർക്കരയിൽ നിന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അത്യാവശ്യം കരടക്കുള്ള ശർക്കരയാണ്. നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ നേന്ത്രപ്പഴത്തിലും ഈ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഈ മാവിൻ്റെ ഉണ്ടയില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് രണ്ടും ഒന്ന് അത്യാവശ്യം ഒരു 5 മിനിറ്റോളം ഒന്ന് തിളച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഇതിലേക്ക് ആ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ്. നിങ്ങൾ കടലപ്പരിപ്പ് വെന്തപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാലും വെന്തിട്ടുണ്ട്, കടിക്കാനും കിട്ടും. ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. വേഗാതിരിക്കരുത്, ശ്രദ്ധിക്കണേ. അപ്പോൾ 3 വിസിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പിന്. ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 2ാം പാലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ വലിയ 2 തേങ്ങ എടുത്തത്. ചെറിയ തേങ്ങയാണെങ്കിൽ ഈ ഒരു അളവിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ 3 തേങ്ങ എടുക്കണം കേട്ടോ. 2ാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടുതൽ അരിപ്പൊടി എടുക്കരുത്, ഒരുപാട് പായസം കുറുകി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ ഉണ്ട ചേർക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് കുറുകും. അപ്പോൾ ഈ 1/4 കപ്പ് അരിപ്പൊടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ, സദാ പച്ചവെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്തത് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നമ്മുടെ നേന്ത്രപ്പഴവും അരി ഉണ്ടയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിമാവ് കലക്കിയതാണ് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് കിട്ടും, പെട്ടെന്ന് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ, മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-2.5 കപ്പ് 1ാം പാലുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനും ഒഴിച്ചിട്ടില്ല, ഇനി ഒരു 1/4 കപ്പോളം ഉണ്ട് ബാക്കി വെച്ചതുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം പാടെ മിക്സാക്കി എടുക്കുക. ഇപ്പം നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത്, വാണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ പറഞ്ഞതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട്